നമസ്കാരം. ഫണ്ട് 360 പുതിയ എത്തിയതിലേക്ക് സ്വാഗതം. പ്രൊഫസർ അനൂപ് മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോ ഇൻകം ഗ്രൂപ്പിന്, അതായത് താരതമ്യേന വരുമാനം കുറഞ്ഞ ഗ്രൂപ്പിന്, അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ആ ചുരുങ്ങിയ ഒരു വരുമാനത്തിനോ നീക്കിയിരുപ്പിനോ ആനുപാതികമായിട്ട് ചെയ്യാവുന്ന സമ്പാദ്യ പദ്ധതികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇതിനൊരു പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പലരും വിചാരിക്കാറ് എൻ്റെ വരുമാനം കൂടട്ടെ എന്നിട്ട് ഞാൻ സമ്പാദിക്കാമെന്നാണ്. അഥവാ വളരെ ചുരുങ്ങിയൊരു പൈസ എൻ്റെ കയ്യിൽ ഉള്ളൂ ഒരു മാസം അവസാനം, അത് വെച്ചിട്ട് ഞാനിപ്പോൾ എന്ത് സമ്പാദ്യ പദ്ധതി കൊണ്ടുപോയിടാനാണ്? സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് 100 രൂപ 500 രൂപയൊക്കെ ഇട്ടിട്ട് എന്ത് കിട്ടാനാണ്? അല്ലെങ്കിൽ അങ്ങനെ ഇടാൻ വേണ്ടി പോകുമ്പോൾ തന്നെ അതിൻ്റെ ബാക്കിയുള്ള ബ്രോക്കറുടെ കമ്മീഷനോ എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഞാനിട്ടതിൻ്റെ പകുതിയും ബ്രോക്കർ കൊണ്ടുപോകും, അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ ചാർജും പ്രോസസ്സിംഗ് ചാർജും ആയിട്ട് പോകും. അല്ലെങ്കിൽ വേറെ പല സമ്പാദ്യ പദ്ധതികളൊക്കെ ആണെങ്കിൽ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 5000 രൂപയും 10000 രൂപയൊക്കെയാണ്. അല്ലെങ്കിൽ ബോണ്ടുകളാണെങ്കിൽ 2.5 ലക്ഷം രൂപയും അങ്ങനെയൊക്കെയുള്ള വലിയ നിലയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ചുരുങ്ങിയ പൈസയ്ക്ക് എന്തിടും എന്നുള്ളതിനെ കുറിച്ചാണ് പലപ്പോഴും ചുരുങ്ങിയ വരുമാനമുള്ള പലരും ചിന്തിക്കാറ്. അപ്പോൾ ഇങ്ങനെ ചെറിയ വരുമാനമുള്ളവർ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഏതാനും സമ്പാദ്യ പദ്ധതികളാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാം, ഇങ്ങനെ ചുരുങ്ങിയ വരുമാനമുള്ളവരെ സംബന്ധിച്ച് മുമ്പിലുള്ള കുറച്ച് സാധാരണ രീതിയിലുള്ള ഒരു RD ഒക്കെ പോലെയുള്ള സംഭവങ്ങൾ മാത്രമായിട്ട് മുമ്പിലുള്ളൂ. ഇതൊന്നും അല്ലാതെ സാധാരണ രീതിയിൽ നമ്മൾ ഇൻഫ്ലേഷനെ, പണപ്പെരുപ്പത്തെ മറികടക്കുന്ന രീതിയിലുള്ള ഏതെല്ലാം സമ്പാദ്യ പദ്ധതികൾ ഉണ്ട്, അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ സമ്പാദ്യം മുമ്പോട്ട് എങ്ങനെ കൊണ്ടുപോകാം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇതിൻ്റെ അകത്ത് വരുമാനമല്ല സത്യത്തിൽ ഈ ഒരു വീഡിയോയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഘടകം. കാരണം നിങ്ങൾക്ക് നീക്കിയിരുത്താൻ പറ്റുന്ന തുക എത്രയാണോ അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു 30,000 രൂപ മാസവരുമാനമുണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരു ബാച്ചിലറൊക്കെ ആണെങ്കിൽ ഒരു 10,000 രൂപ ചിലവാക്കുന്നുള്ളൂ എങ്കിൽ 20,000 രൂപ നിങ്ങളുടെ നീക്കിയിരിപ്പാണ്. അതേസമയം തന്നെ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് മുൻപുള്ള കടങ്ങളുടെ സാമ്പത്തിക ബാധ്യതയോ EMI അല്ലെങ്കിൽ കുടുംബ പ്രാരാബ്ധങ്ങളോ ഒക്കെ ഉള്ള ആളാണെങ്കിൽ ചിലപ്പോൾ 1.5 ലക്ഷം രൂപ മാസവരുമാനം ലഭിച്ചിട്ടും ചിലപ്പോൾ അവസാനം നീക്കിയിരിപ്പ് 500 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിലുണ്ടാകും. അപ്പോൾ ആദ്യം പറഞ്ഞ 30,000 രൂപ മാസവരുമാനമുള്ള ആളായിരിക്കും 1.5 ലക്ഷം രൂപയുള്ള ഇയാളെക്കാൾ കൂടുതൽ നീക്കിയിരിപ്പുള്ളത്, അതായത് സമ്പാദ്യത്തിന് വേണ്ടി നീക്കിയിരിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് വരുമാനത്തെക്കുറിച്ച് കാര്യമായി പറയുന്നില്ല. നിങ്ങൾക്ക് സമ്പാദ്യത്തിനായി നീക്കിയിരുത്താൻ പറ്റുന്ന തുക, അത് ചുരുങ്ങിയ ആളുകൾ, അവരെ സംബന്ധിച്ചുള്ള ഏതാനും ഓപ്ഷനുകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു SIP ആണ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. മാസാമാസം ഒരു ചുരുങ്ങിയ തുക ഇടുക എന്നുള്ളതാണ്. അപ്പോൾ SIP നിങ്ങൾക്ക് എന്തിൻ്റെ അകത്തൊക്കെ ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ SIP മ്യൂച്വൽ ഫണ്ടിൻ്റെ അകത്ത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആയിട്ട് തുടങ്ങാം. അല്ലെങ്കിൽ പല ബ്രോക്കേഴ്സും, സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കേഴ്സും അനുവദിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്, നിങ്ങൾക്ക് മാസാമാസം ഒരു പ്രത്യേക സ്റ്റോക്കുകളോ ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കാം. ഇപ്പോൾ എല്ലാ മാസവും ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ 2-3 സ്റ്റോക്ക് ഒരു ബാസ്ക്കറ്റായിട്ട് ഉണ്ടാക്കി വെച്ച് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റോക്ക് പെട്ടെന്നൊരു ദിവസം താഴോട്ട് പോയാൽ പോലും നിങ്ങളെ കാര്യമായിട്ട് ബാധിക്കില്ല. കാരണം നിങ്ങൾ രണ്ടാമത്തെ തവണ വാങ്ങിക്കുമ്പോൾ ആ ഒരു ചുരുങ്ങിയ വിലയ്ക്കാണ് വാങ്ങിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് സാധാരണ ബ്രോക്കേഴ്സൊക്കെ ഉൾപ്പെടെയുള്ളവരും അല്ലെങ്കിൽ SIP മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്നതിൻ്റെ അകത്ത് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് 500 രൂപയാണ് ഒരു മാസം. അപ്പോൾ 500 രൂപ മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ പോലും നിങ്ങൾ ഒരു ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ ഉള്ളൂ ശരണം. മറ്റു പലതും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യില്ല, പണപ്പെരുത്തെ ബീറ്റ് ചെയ്യില്ല. അപ്പം ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയെ സംബന്ധിച്ച് ഒരു 5 വർഷത്തിലേറെയുള്ള ഒരു നിക്ഷേപം മാത്രമേ നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺസ് ആയിട്ട് കണക്ക് കൂട്ടാൻ കഴിയുകയുള്ളൂ. മറ്റൊന്നും കൊണ്ടല്ല, ഒരു 1-2 വർഷമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഡെഡ് ആയിട്ടോ സ്റ്റാഗ്നൻ്റ് ആയിട്ടോ ഇരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ ആണെങ്കിൽ ചിലപ്പം ബാങ്ക് ഇൻട്രസ്റ്റ് പോലും കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടായേക്കാം. അപ്പോൾ ഇന്ന് കഴിഞ്ഞൊരു 7-8 വർഷങ്ങളായിട്ട് മാർക്കറ്റിൽ വന്നവരെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു പ്രതിഭാസം കണ്ടിട്ടുണ്ടാകില്ല. പക്ഷേ അങ്ങനത്തെ പ്രതിഭാസങ്ങളൊക്കെ ഉള്ള കാലഘട്ടങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലും ലോകത്തിലെ മാർക്കറ്റുകളിലും പലതും ഉണ്ടായിരുന്നു. ഇപ്പോഴും പല യൂറോപ്യൻ മാർക്കറ്റുകളും അങ്ങനെ ഉണ്ട്. അപ്പോൾ പക്ഷേ ഒരു 5 വർഷത്തെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ മിക്ക മാർക്കറ്റുകളും അവ പണപ്പെരുപ്പത്തിനേക്കാളും വളരെ ഉയർന്ന റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ SIP ആണ് 500 രൂപയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ മാസാമാസം നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ സ്റ്റോക്കുകളോ വാങ്ങിച്ചിടാനുള്ള ഒരു അവസരമാണ് SIPയിലൂടെ നൽകുന്നത്. അതാണ് ഒന്നാമത്തെ പ്ലാൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ PPF ആണ്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. അപ്പോൾ ഇതിനും ഒരു മിനിമം, അതായത് ചുരുങ്ങിയ നിക്ഷേപം എന്ന് പറയുന്നത് 500 രൂപയാണ് മാസം. മാക്സിമം 1.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഒരു വർഷം നിക്ഷേപിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ 500 രൂപ മുതൽ നിങ്ങൾക്ക് നിക്ഷേപിച്ച് തുടങ്ങാം. ഇതിന് 80C അനുസരിച്ചുള്ള ടാക്സ് ബെനിഫിറ്റ് ലഭിക്കും നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക്. സാധാരണ രീതിയിൽ ഇതിന് ലഭിക്കുന്ന പലിശ നിരക്ക് എന്ന് പറയുന്നത് സാധാരണ സേവിങ്സിനേക്കാളൊക്കെ ഉയർന്ന പലിശ നിരക്ക് സാധാരണ പ്രൊവിഡന്റ് ഫണ്ടുകൾക്കൊക്കെ ലഭിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിക്വിഡിറ്റിയാണ്. അതായത് 15 വർഷത്തെ ലോക്കിൻ പീരീഡ് ഇതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ലിക്വിഡിറ്റിയെ കുറിച്ച് ആലോചിക്കുന്ന ഒരാളാണെങ്കിൽ ഈ PPF എന്ന് പറയുന്നത് പലപ്പോഴും അത്ര ആകർഷണീയമായി തോന്നണമെന്ന് നിർബന്ധമില്ല.
മൂന്നാമത്തെ ഓപ്ഷനാണ് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം. ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം എന്ന് പറയുന്നത് ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഈ പറഞ്ഞ പോലെ ബെനിഫിറ്റ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു ഉപാധിയാണിത്. അതേസമയം തന്നെ നിങ്ങൾക്ക് ATC അനുസരിച്ചുള്ള ടാക്സ് സേവിംഗ് ബെനിഫിറ്റുകളും നിങ്ങൾക്ക് ലഭിക്കും. ഇതിൻ്റെ അകത്തും ഈ പറഞ്ഞ പോലെ 500 രൂപ മുതൽ നിങ്ങൾക്ക് നിക്ഷേപിച്ച് തുടങ്ങാം മാസത്തിൽ. അപ്പോൾ 500 രൂപ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതേസമയം തന്നെ പണപ്പെരുപ്പത്തെ സാധാരണ രീതിയിൽ മറികടക്കുന്ന രീതിയിലുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് ഓവർ എ പീരീഡ് ലഭിക്കുകയും ചെയ്യും. നാലാമത്തെ ഓപ്ഷനാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് RD. വളരെ സുപരിചിതമായിരിക്കാം, ചിലവരിതമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്. RD പോസ്റ്റ് ഓഫീസിൻ്റെ അകത്തുണ്ട്, പല ബാങ്കുകളിലുണ്ട്, കോപ്പറേറ്റീവ് ബാങ്കുകളിലുണ്ട്. ഇവരൊക്കെ RD റൺ ചെയ്യുന്നുണ്ട്. 6 മാസം മുതൽ സാധാരണ 10 വർഷം വരെ നീണ്ടു നിൽക്കുന്ന റെക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീമുകളൊക്കെ ഉണ്ട്. മാസാമാസം ചെറിയ എമൗണ്ട് മുതൽ, വളരെ ചെറിയ എമൗണ്ട് മുതൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണ രീതിയിൽ ഓവർ എ പീരീഡ് നമ്മൾ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഇവ പണപ്പെരുപ്പത്തെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിട്ടേൺസ് ലഭിക്കുന്നത് തുച്ഛമാണ്. അപ്പം ചില കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ചതായി ചൂണ്ടിക്കാട്ടാമെങ്കിലും പലപ്പോഴും ഇത് ലഭിക്കാറില്ല. അതായത് നിങ്ങളൊരു RD ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു 10 വർഷം കഴിഞ്ഞിട്ടോ 15 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം, ഒരു വീട് വെക്കാം, അല്ലെങ്കിൽ മക്കളെ മെഡിസിന് വിടാം, അല്ലെങ്കിൽ അബ്രോഡ് വിട്ട് മക്കളെ പഠിപ്പിക്കാം എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് അത്ര പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ എങ്കിൽ പോലും RD ഇട്ടിട്ട് ഒരു പണം കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ലഭിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ RD ഇടുമ്പോൾ നമ്മുടെ പലപ്പോഴും ഒരു നീക്കിയിരിപ്പിലുള്ള ചെറിയൊരു പണം നമ്മൾ ഇടുന്നതാണ്. ഒരു കുറേ കാലം കഴിഞ്ഞ് ഈ ഒരു പണം ഒന്നിച്ച് കയ്യിൽ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ലഭിക്കും. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ആ ഒരു പണം RD ഇട്ടിട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ടോ കാപ്പി കുടിച്ചിട്ടോ ഹോട്ടലിൽ കയറി ബിരിയാണി കഴിച്ചിട്ടോ ഒക്കെ പോകുന്ന അത്രയുള്ളൊരു പണമാണ്. അപ്പോൾ ആ ഒരു പണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ നമ്മളൊരു RD ഏജൻറ്റൊക്കെ കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പണം കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പക്ഷേ നമ്മൾ തിയററ്റിക്കലി സ്പീക്കിംഗ് നമ്മളൊരു എക്കണോമിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓവർ എ പീരീഡ് ഇത് അത്ര വലിയൊരു കോമ്പൗണ്ടിങ്ങിന് ഉതകുന്ന ഒരു കാര്യമല്ല. താരതമ്യേന നമ്മൾ RDയുടെ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പോസ്റ്റ് ഓഫീസ് സേവിങ്സിൻ്റെ RD ഒക്കെ താരതമ്യേന ഉയർന്നതാണെന്ന് തോന്നുന്നു. ഞാൻ അതിനകത്ത് ഒരു എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. അധികം കൂടുതൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കുറേ കമൻറ്റുകളൊന്നും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ രീതിയിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് സൊസൈറ്റികളും ഒക്കെ ഈ നാട്ടിൽ വന്നിട്ട് കുറേ RDകളൊക്കെ നടത്തി ആളെ പിടിക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒന്നിന് ഞാൻ പ്രൊമോട്ട് ചെയ്തു, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് മാത്രമേ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അതിനെക്കുറിച്ചൊരു അഭിപ്രായ പ്രകടനം ഞാൻ നടത്തുന്നില്ല. അഞ്ചാമത്തെ ഓപ്ഷനാണ് NPS, നാഷണൽ പെൻഷൻ സ്കീം. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീം ഈ ഒരു രാജ്യത്തെ ഏതൊരു പൗരനും സത്യത്തിൽ വേണ്ട ഒരു കാര്യമാണ്. കാരണം ഗവൺമെൻറ് ജീവനക്കാർക്ക് മാത്രം പെൻഷൻ എന്നുള്ള രീതിയിലാണ് മുമ്പോട്ട് പലപ്പോഴും, അഥവാ ആ ഒരു ഗവൺമെൻറ് ജോലിയുടെ ഒരു അട്രാക്ഷനായിട്ട് പലപ്പോഴും കരുതിക്കൊണ്ടിരുന്നത് അത് തന്നെയാണ്. പക്ഷേ ഈ ഒരു ഗവൺമെൻറ് ജീവനക്കാർക്ക് പെൻഷൻ എന്ന് പറയുന്നത് പലപ്പോഴും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് മാത്രമായിട്ട് ഉണ്ടായിരുന്നുള്ള ഒരു കാലത്ത് എന്നുള്ള കാര്യം സത്യം അവിടെ അവശേഷിക്കുന്നു. ബാക്കി പലർക്കും ഇല്ലായിരുന്നു എന്നുള്ളത് കോൺട്രിബ്യൂട്ടറി പെൻഷനിലേക്കൊക്കെ മാറിപ്പോയ കാര്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നു. എങ്കിൽ പോലും പെൻഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ആകർഷണീയതയാണ്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാലത്ത് നമ്മൾക്ക് ഒരു സുസ്ഥിരമായിട്ടുള്ള റിട്ടേൺസ് ലഭിക്കുമെന്നുള്ളത് നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ ഒരു ആകർഷണീയതയാണ്. കാരണം നമ്മൾ കുറേ വയസ്സായിക്കുമ്പോൾ എണീറ്റ് നടക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കണ്ണ് കാണുമോ, ചെവി വെക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആശുപത്രി പോകാനുള്ള ഒരു ഓട്ടോ കൂലിയെങ്കിലും മാസാമാസം ലഭിക്കുമെങ്കിൽ സന്തോഷമായിട്ട് തന്നെ കരുതപ്പെടാവുന്നതാണ്. അപ്പോൾ നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 80 CCD അനുസരിച്ച് ഒരു ടാക്സ് എക്സംഷൻ നിങ്ങൾക്ക് ലഭിക്കും, ഇൻകം ടാക്സ് എക്സംഷൻ ലഭിക്കും. മറ്റൊരു കാര്യം, നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ അകത്ത് നിക്ഷേപിക്കുന്ന പണം സാധാരണ രീതിയിൽ ഓവർ എ പീരീഡ്, കാരണം നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയുന്ന ആകെ 2 വർഷം 3 വർഷത്തേക്കൊന്നും അല്ല. അതുകൊണ്ട് ഓവർ എ പീരീഡ് ഇത് കോമ്പൗണ്ട് ചെയ്യപ്പെടുകയും അതേപോലെ തന്നെ പണപ്പെരുപ്പത്തിനെ അതിജീവിക്കുന്ന രീതിയിലുള്ള റിട്ടേൺസ് നൽകുകയും, കാരണം ആത്യന്തികമായി പെൻഷൻ സ്കീമുകളുടെ പണം പോകുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് തരുന്ന നാഷണൽ പെൻഷൻ സ്കീമിന് നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റൈറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് റിട്ടേൺസ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ അകത്ത് താരതമ്യേന എല്ലാവരും മറ്റുള്ള എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചേരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പ്രധാനമായും ഇത്രയൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ഉള്ളത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ നോക്കേണ്ടത് വലിയ ആവശ്യമാണ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാലത്തിന് മുമ്പ് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ ഉള്ള ഒരു പദ്ധതി സ്കീം അവിടെ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. മറ്റൊന്നും കൊണ്ടല്ല, ലോ ഇൻകം ഗ്രൂപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ മാറ്റിയിരുത്തപ്പെടാവുന്ന പണം വളരെ തുച്ഛമാണെങ്കിൽ അതിനിടയ്ക്ക് വരുന്ന വലിയൊരു ആവശ്യം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സകല സേവിങ്സുകളും ലിക്വിഡൈസ് ചെയ്തിട്ട് എടുത്തിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് നടക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് അടുത്തൊരു മാസം ശമ്പളം വലിയൊരു ശമ്പളം അല്ല വരുന്നത്, അഥവാ നീക്കിയിരുത്തപ്പെടാവുന്ന തുക താരതമ്യേന ചെറുതാണ്.
അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിക്ഷേപിക്കുന്ന ഓരോ പണവും ലിക്വിഡൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്ത് 5 സ്കീമുകളുടെ അകത്ത് താരതമ്യേന ലിക്വിഡൈസബിൾ ആയിട്ടുള്ള ഒരൊറ്റ സ്കീമേ ഉള്ളൂ. അത് ആദ്യം പറഞ്ഞ SIP ആണ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. നിങ്ങളത് സ്റ്റോക്ക് മാർക്കറ്റിൽ നേരിട്ട് SIP പ്രകാരം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾക്ക് ലിക്വിഡിറ്റി ഉണ്ട്. നിങ്ങളത് ഇട്ടതെല്ലാം നിങ്ങൾ വേണമെങ്കിൽ ഒരു ദിവസം അങ്ങ് സെല്ല് ചെയ്തിട്ട് റിഡീം ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ പണം നിങ്ങൾക്ക് ലഭിക്കും. മറ്റുള്ള 4 സ്കീമുകളിലും RD ആകട്ടെ, ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീം ആകട്ടെ, അല്ലെങ്കിൽ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ആകട്ടെ, അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീം ആകട്ടെ, ഈ പറഞ്ഞൊരു ഫെസിലിറ്റി ഇല്ല. ആ ഒരു കാലാവധി കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പണം തിരിച്ചു ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ലോ ഇൻകം ഗ്രൂപ്പ് എപ്പോഴും ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ചേക്കുക. ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായം കൊണ്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.